നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അത് നന്നായി മോളെ. ഈ നശിച്ച നാട്ടിന്ന് പൊയ്ക്കോ. അവിടെ ചെന്നൊക്കെ ജീവിക്കുമ്പോ നിങ്ങളുടെ ജീവിതം സ്വസ്ഥമായിരിക്കും. ഹലോ, സോറി മാഡം. ഞാനേ അച്ഛനോട് ചോദിച്ചിട്ട് മാഡത്തിനെ തിരിച്ചു വിളിക്കാം. ആ, ഞാൻ വെക്കുകയാണേ. ശരി. ഹലോ ഹലോ കൃഷ്ണ, എന്തോ ശ്യാമേ? ചേച്ചി, മോളെ ആരോ വല്ലാണ്ട് വഴക്ക് പറഞ്ഞു. അതിപ്പോ അവക്കവിടെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടത്. മുത്തശ്ശിന്ന് വിളിച്ചു. അതൊക്കെ ഒരു സാധാരണ സംഭവമല്ലേ. പെൺകുട്ടികൾ രാത്രി നേരത്ത് ഫോണിൽ സംസാരിക്കുമ്പോ മുത്തശ്ശിമാർക്കത് പിടിക്കില്ല. അങ്ങനെ കണ്ടാ പോരെ? ചേച്ചി, ഞാൻ അവളെ മോളേന്ന് വിളിച്ചു. ഞാനവക്ക് ഉമ്മയും കൊടുത്തു. എന്തായി പറയുന്നേ? ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ശ്യാമ മേഡത്തെ കാണുന്നതാണ്, ശ്യാമ മേഡത്തെ തൊടുന്നതാണ്. ശ്യാമ മേഡത്തിനോട് ഒരു ഉമ്മ ചോദിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോ ശ്യാമയാണെന്ന് മനസ്സിലായോ ആ കുട്ടിക്ക്? ഇല്ല. നേരിട്ട് വിളിക്കാൻ വേണ്ടിയാ എന്നോട് വിളിക്കണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോ സമാധാനമായല്ലോ. മോളുടെ ശബ്ദം എപ്പോഴും കേൾക്കാം. മോളുടെ തൊട്ടടുത്ത് നിൽക്കാം. ദേ, മോള് തൊട്ടടുത്തേക്ക് വരാൻ പോകുന്നു. അല്ല, ജോലിയുടെ കാര്യം പറഞ്ഞപ്പോ മോൾ എന്താ പറഞ്ഞേ? അച്ഛനോട് ചോദിച്ചിട്ട് സമ്മതം പറയാന്ന് പറഞ്ഞു. എല്ലാ കാര്യത്തിലും ഒരു ചിട്ടയുണ്ട് അവക്ക്. ഉണ്ടാവാതെ പറ്റുമോ? അമ്മയുടെ മോളല്ലേ. ഇനിയിപ്പോ മ്യൂസിക് സ്കൂളിന്റെ കാര്യം പെട്ടെന്ന് നോക്കണം. നാളെ എങ്കിൽ നാളെ നമുക്കത് സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ. മോള് വരും, സ്കൂളിലേക്കും എന്റെ ജീവിതത്തിലേക്കും. ജോലി ശരിയാക്കി തരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അത് ഇത്ര പെട്ടെന്ന് ആ മാഡം ചെയ്യുന്ന ഞാൻ കരുതിയില്ല. അച്ഛന്റെ അഭിപ്രായം എന്താ? മ്യൂസിക് സ്കൂളല്ലേ, എന്തായാലും ദൈവികമായൊരു കലയല്ലേ. മാത്രമല്ല, ഒരു കാര്യം അച്ഛന് വ്യക്തമായിട്ടുണ്ട്. നിന്റെ വഴി സംഗീതമാണ്. നിന്റെ ഭാവിയും അതിൽ തന്നെയാണ്, അല്ലേ അശോക? നല്ല കാര്യമായിട്ടാ എനിക്കും തോന്നുന്നത്. എന്താ വേണ്ടെന്ന് വെച്ചാ ദേവേട്ടൻ തീരുമാനിച്ചോളൂ. ഇതിലിപ്പോ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. മോള് പോട്ടെ. എവിടേക്ക് പോട്ടേന്നാ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ അവരെ? ഈ നാട്ടിലുള്ള ആളുകളാണ്. ഒരു പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് അയക്കാവുന്ന സ്വഭാവമാണോ ഇവളുടെ കയ്യിലിരിപ്പ്? അമ്മേ, മക്കള് മുതിർന്ന ജോലിക്ക് പോകും. അത് നമുക്കറിയാവുന്ന സ്ഥലത്ത് മാത്രമേ പോകാവൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലോ നമ്മുടെ അയൽപക്കത്തോ മാത്രമേ പറ്റൂ. തർക്കത്തിന് വേണ്ട മരുന്നൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവള് കാണിച്ചു കൂട്ടിയതൊക്കെ മറക്കരുത്. ഇവള് അവിടെ ചെന്ന് ചേർന്ന കൂടിയാ 1-2 ദിവസം. അതിനകത്ത് വരും ഏതെങ്കിലും ചെറുപ്പക്കാരുടെ വിളിയോ അല്ലെങ്കിൽ പാതിരാത്രിക്കുള്ള വരവോ. അമ്മ ഒന്നും മിണ്ടാതിരിക്കോ? ഇവൾ ഇവിടെ തന്നെ നിൽക്കണോന്ന് അമ്മ നിർബന്ധം പിടിക്കുന്ന എന്തിനാ? അമ്മേ, മോള് പാടാൻ പോയ സ്ഥലത്ത് അവിടെ നല്ല അഭിപ്രായ. നോക്കിക്കോ, നാളെ ഇവളുടെ പേരിലായിരിക്കും നമ്മളൊക്കെ അറിയപ്പെടാൻ പോകുന്നത്. അതിപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. നാട്ടുകാര് മുഴുവൻ ദേവനാരായണന്റെ മകളെ കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിക്കാതെ താലി കഴുത്തിൽ സൂക്ഷിക്കുന്നത് തന്നെ നാട്ടുകാർക്കൊരു ജന്മത്തിന് പറഞ്ഞു ചിരിക്കാനുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഇവളെ പുറത്തു വിടാതിരിക്കുന്നതാ നല്ലത്. ഈ കാര്യത്തിൽ ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. മോൾ ആ ജോലിക്ക് പോകും.
ആ മോളെ. അവിടെ എല്ലാരും ഉണ്ടോ അച്ഛാ? ഉണ്ട് ഉണ്ട്. ഞങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രാധികയ്ക്ക് ഒരു ജോലി ശരിയായി. മ്യൂസിക് സ്കൂളിലാ. ഓ, ഇതിനിടയ്ക്ക് അതും സംഭവിച്ചോ? വിശദമായിട്ട് രാധിക മോള് പറയും. അതൊന്നും വേണ്ട. അച്ഛൻ ആ ഫോണിന്ന് സ്പീക്കറിലിട്ടെ. അപ്പോ എനിക്ക് പറയാനുള്ളത് എല്ലാരോടും പറയാലോ. പറഞ്ഞോ. അച്ഛാ, ഞാനും വരുണും അമേരിക്കയിലേക്ക് പോവാം. എല്ലാം വരുണിനെ തിരിച്ചു പോകുന്നില്ല എന്നല്ലേ പറഞ്ഞിരുന്നത്? ആ തീരുമാനം മാറി. മാത്രമല്ല, യാത്ര പെട്ടെന്ന് തന്നെ ഉണ്ടാവും. മറ്റന്നാളാ ഞങ്ങൾ പോകുന്നത്. ടിക്കറ്റൊക്കെ എടുത്തു. അത് നന്നായി മോളെ. ഈ നശിച്ച നാട്ടിൽ നിന്ന് പൊയ്ക്കോ. അവിടെ ചെന്നൊക്കെ ജീവിക്കുമ്പോ നിങ്ങളുടെ ജീവിതം സ്വസ്ഥമായിരിക്കും. മുത്തശ്ശി, ഇനിയിപ്പോ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങോട്ട് വന്ന് യാത്ര പറയാൻ ഇനിയിപ്പോ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് മറ്റന്നാൾ ഞങ്ങൾ യാത്ര പോകുമ്പോ മുത്തശ്ശിയും അമ്മയും അച്ഛനും ഇവിടെ ഉണ്ടാവണം. അല്ല, ഞങ്ങള് മാത്രം. അപ്പൊ രാധിക? ഓ, കൂട്ടുന്നെങ്കി കൂട്ടിക്കോ. ഇനിയിപ്പോ വന്നാലും വന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അതെന്താ മോളെ നീ അങ്ങനെ പറയുന്നു? ഓ, ഒന്നുമില്ല. എനിക്കിവിടെ കുറച്ച് തിരക്കുണ്ടച്ചാ. ഞാൻ പിന്നെ വിളിക്കാം. യാത്ര പെട്ടെന്നായല്ലോ. ഭാഗ്യമായെന്ന് പറയച്ചോദേ. ഓ, ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത്. ഇനി അവളുടെ ജീവിതത്തിന് കുഴപ്പമൊന്നും സംഭവിക്കില്ല. പ്രിയങ്കമോള് പറഞ്ഞത് കേട്ടപ്പോ രാധികമോൾക്ക് നല്ല വിഷമമായി. താനത് ശ്രദ്ധിച്ചോ? അവളുടെ വിഷമമൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കണ്ട. കണിമംഗലത്തേക്ക് പ്രിയങ്കയെ കല്യാണം കഴിപ്പിച്ച് അയച്ചത് തന്നെ അവക്ക് പിടിച്ചിട്ടില്ല. അപ്പൊ പിന്നെ അവര് അമേരിക്കയിലേക്ക് പറക്കാന്ന് കേട്ടാ സഹിക്കോ അവക്ക്? ഒരു ശത്രുവിനോട് പെരുമാറുന്ന പോലെയാ അമ്മ രാധികമോളോട് പെരുമാറുന്നത്. എന്തായാലും പോകുമ്പോ നമുക്ക് രാധികമോളെ കൊണ്ടുപോകണം. വേണം ദേവേട്ട, ഇല്ലെങ്കിൽ അവക്ക് വിഷമാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.